ഇന്ന് ഞാൻ നിങ്ങൾക്ക് തായ്ലാൻഡ് ടൂറിനെ പറ്റി പറഞ്ഞു തരാം. ഞങ്ങൾ ജൂലൈ 9-നാണ് 2026 തായ്ലാൻഡിലേക്ക് ടൂർ പോയത്. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മളൊരു വിദേശയാത്ര നടത്തുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാസ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ പോയത് ലേഡീസ് ഓൺലി ഗ്രൂപ്പാണ്. അതായത് ഞങ്ങൾ 8 പേര് ചേർന്ന്, എല്ലാം ഫാമിലി മെമ്പേഴ്സാണ്, including my daughter, sisters, daughters, my co-sisters. അപ്പോൾ ഞങ്ങൾ 8 ആളും പരസ്പരം നന്നായി അറിയുന്നവരാണ് വർഷങ്ങളായിട്ട്. പിന്നെ ഇനി ഫോർമാലിറ്റീസ് പറഞ്ഞുതരാം. 1, നമുക്ക് പാസ്പോർട്ട് വേണം. 2, ടിക്കറ്റ് എടുക്കണം. അത് ഒരു മാസത്തിന് മുന്നേ എടുക്കുമ്പോൾ നമുക്ക് റേറ്റിൽ നല്ല കുറവ് കിട്ടും. ഞങ്ങൾക്ക് 42,000 രൂപയായി ഫുക്കറ്റും ക്രാബിയും കാണാനുള്ള ടിക്കറ്റിന്. അതായത് ഫുക്കറ്റിൽ പോയി ഇറങ്ങുന്നതിന്. ബാംഗ്ലൂർ വഴിയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ഡൽഹി വഴി. കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന്, ഞങ്ങൾക്ക് അടുത്ത എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. പിന്നെ പാക്കേജസ്, അത് എവർ ടൈം ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് പാക്കേജസൊക്കെ ശരിയാക്കി തന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എവർ ടൈം ട്രാവൽ ഹോളിഡേയ്സ്. അപ്പോൾ അവരെ ഞങ്ങൾ സമീപിക്കാൻ കാരണം വെച്ചാൽ 1-2 ഗ്രൂപ്പ് പേരായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് അവരുടെ പാക്കേജസ് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ തായ്ലാൻഡിൽ മുന്നേ പോയിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾ. അപ്പോൾ അവരോടും കൂടെ ഡിസ്കസ് ചെയ്തു. വാസ്തവത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കാശ്മീരിലേക്ക് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ കാശ്മീരിൽ പോണത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മണാലിയിലേക്കുള്ള ട്രിപ്പ് ഒക്കെ ഇത് രാത്രി സമയത്താവും. അങ്ങനെ ആകുമ്പോൾ സ്നോഫോൾ എന്തായാലും നമ്മൾ അറിയില്ല. പിന്നെ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ അറിയാൻ പറ്റിയത് സ്റ്റക്കായി കിടക്കും, അതായത് ബ്ലോക്കിൽ പെട്ട് പോകുന്നു. അപ്പോൾ കുറേ സമയം അങ്ങനെ നമ്മൾ ഒന്നുമല്ലാതായി പോകും. അങ്ങനെയാണ് ഞങ്ങളെന്നാൽ സ്റ്റാർട്ട് ചെയ്ത് വാസ്തവത്തിൽ ഇവിടെ അടുത്ത് ദ്വീപിലേക്കായിരുന്നു, നമ്മുടെ ലക്ഷദ്വീപിലേക്ക്. അങ്ങനെ അവിടുന്ന് അപ്പം ജൂലൈയിലാണ്. പലരും NRIs ആണ്. അപ്പോൾ അവരുടെ ഹോളിഡേയ്സ് ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളിൽ പോണ കുട്ടികളുള്ളവരാണ്. അപ്പോൾ അവരുടെ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമും, പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ റെയിനി സീസണാണല്ലോ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എന്നാൽ നമുക്ക് ലക്ഷദ്വീപ് വിടാം, കാശ്മീരിലേക്ക് പോകാമെന്ന് വെച്ചു. കാശ്മീർ ആകുമ്പോൾ ഇങ്ങനെ സ്നോഫോളിൻ്റെ പ്രശ്നങ്ങൾ ഈ മാസങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതും വിട്ടു. പിന്നെ മഹാരാഷ്ട്രയിലെ ചില സ്ഥലങ്ങൾ കാണാമെന്ന് വെച്ചു. അപ്പോൾ അത് കാട്ടിലോടുള്ള യാത്രയാണ്. നമുക്ക് എത്രത്തോളം റിസ്കി ആണോ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ അതും വേണ്ടാന്ന് വെച്ചു. എന്നാൽ പിന്നെ നമുക്ക് വിദേശ ടൂറാവാം. ഇത്രയും പൈസ ഒക്കെ പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വിദേശ ടൂറാവാം. അപ്പോൾ പിന്നെ എവിടെ, മലേഷ്യ ആദ്യം വന്നു. അപ്പോൾ ചിലർക്ക് മലേഷ്യ താല്പര്യമില്ല. കാരണം ഓൾറെഡി അവർ ദുബായിൽ കഴിയുന്നവരാണ്. മലേഷ്യ, സിംഗപ്പൂർ അവർക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് തായ്ലാൻഡ് ചൂസ് ചെയ്തത്. തായ്ലാൻഡിൽ പോണതിന് മുന്നേ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞില്ല, 42,000 രൂപയ്ക്ക്. പിന്നെ ഒരു പെർ പേഴ്സണ് ടോട്ടൽ 63,000 രൂപയായി ടിക്കറ്റും പാക്കേജും കൂടെ. പാക്കേജ് എടുത്തത് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ വഴിയാണ്. അപ്പോൾ ചെന്നാൽ ഞങ്ങൾ കൂടുതൽ സേഫ്റ്റിയാണ് നോക്കിയത്. സേഫ്റ്റി മാത്രമല്ല, അവരുടെ റേറ്റും കുറവാണ്. പിന്നെ പോയപ്പം മനസ്സിലായി ശരിക്കും സേഫായിരുന്നു അവരുടെ കൂടെ യാത്ര. 2 തവണ സ്ത്രീകൾ തന്നെയാണ്, അതായത് വണ്ടി ഓടിച്ചു വന്നതും പിന്നെ ലോങ് ബോട്ടിൽ സഞ്ചരിക്കുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. വണ്ടി ഓടിച്ചാൽ ഗൈഡ് കം ഡ്രൈവറായിരുന്നു. പിന്നെ ഭക്ഷണം ഒക്കെ നല്ലതായിരുന്നു. 2 ഹോട്ടലും അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇറ്റിനറി അയച്ചു തന്നു, എന്തൊക്കെയാണ് അവരുടെ പാക്കേജസിൽ പെടുന്നത് എന്ന് കാണിച്ചിട്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ കുറേ വീഡിയോസ് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും 8 ആളും പരിശോധിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങൾ കാണാനുള്ളത്. അപ്പോൾ ബാങ്കോക്കും പട്ടായ ഒഴിവാക്കി. പട്ടായ നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത സ്ഥലം. ബാങ്കോക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫുക്കറ്റും ക്രാബി ഇപ്പോൾ തൽക്കാലം കാണാമെന്ന് വെച്ചിട്ട് പോയി.
ഇവിടുന്ന് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ 59 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് എനിക്ക് പേടിയുണ്ടായിരുന്നത് പോണ സ്ഥലങ്ങളിൽ നമുക്ക് ബാത്റൂം പോകാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടുമോ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഡിക്കാത്തലോണിൽ കുറച്ച് പ്രോട്ടീൻ ബാർ കയ്യിൽ വെച്ചു. പക്ഷേ കാര്യമായിട്ട് ആവശ്യമേ വന്നില്ല. പിന്നെ അരിയുണ്ട, എള്ളുണ്ട ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. കാരണം പലപ്പോഴും ലഞ്ച് നമുക്ക് കിട്ടാതിരിക്കാൻ സാധ്യത ഉണ്ടെന്നറിയാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം ലഞ്ച് പാക്കേജിലുണ്ടായിരുന്നു. ഡിന്നർ എല്ലാം പുറത്തുനിന്നായിരുന്നു. അപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫും കാണാം. നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ബാറോ ക്ലബ്ബോ ഒന്നും കാണുന്ന താല്പര്യമുള്ളവരെല്ലാം ഞങ്ങൾ 8 പേരും എന്നാൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണം എന്നുള്ളവരായിരുന്നു. പിന്നെ ചിലർ മസാജിങ്ങിനും പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ ഞങ്ങൾ അജ്പാനിന്ന് ഷവർമ വാങ്ങി കൈ പിടിച്ചു. എന്നിട്ട് കൊച്ചിയിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ അത് കഴിച്ചു. കൊച്ചിയിൽ എയർപോർട്ടിൽ ബാത്റൂമിലൊക്കെ പോയി. 7 മണിക്കാണ് ഇവിടുന്ന്, വൈകുന്നേരം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ബാംഗ്ലൂർ എത്തി ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ. ബാംഗ്ലൂർ കുറച്ച് ലേ ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്തു. പലപ്പോഴും അവിടുത്തെ സ്റ്റാഫ് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ വീഡിയോ ഒന്നും പിടിച്ചില്ല. അങ്ങനെ അതിനകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ചിലരെ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് 10 ദിവസം എത്തിയിട്ടോ 8 ദിവസമൊക്കെ എത്തിയിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി തായ്ലാൻഡിൽ പോണവർ. അങ്ങനെ ഞങ്ങളൊക്കെ ഏജ്ഡായ മക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ളവരാണ്. ഞാനാണ് ഏറ്റവും മൂത്തത്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ പഞ്ചാബി ഗ്രിൽസിൽ നിന്ന് കബാബ് വാങ്ങി കഴിച്ചു. കോഫി കഴിച്ചു. കോഫി ഫസ്റ്റ് അവർ തന്ന കോഫി അത്ര ടേസ്റ്റ് ചെയ്ത് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് തന്നു. സെക്കൻഡ് ചാൻസ് തന്ന കോഫിക്ക് അവർ പൈസ വാങ്ങിയില്ല. എന്നിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ബസ് വഴി പോയി. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അപ്പോൾ അവിടെ കസ്റ്റംസ് പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ആളെന്നോട് ചോദിച്ചു, എന്തിനാണ് തായ്ലാൻഡിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഐ എം എ ടൂറിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ കടന്നുപോയി. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പിടിച്ച് അവിടുന്ന് നേരെ ഫുക്കറ്റിലേക്കാണ് പോയത്. ഫുക്കറ്റിൽ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഒരു 11, ഫുക്കറ്റിലെ സമയം 11:30 ആയിട്ടുണ്ട്. ഫുക്കറ്റ് എയർപോർട്ട് ബാംഗ്ലൂരിൻ്റെ അത്ര വലുതല്ല, ഷോയി അല്ല. ഒരു സാധാ പണ്ടത്തെ ഒരു കൊച്ചി എയർപോർട്ട് ഉണ്ടായിരുന്നില്ലേ, നെടുമ്പാശ്ശേരി അല്ല, പണ്ടത്തെ കൊച്ചി എയർപോർട്ട്, അതിൻ്റെ ഒരു ഫീലാണ് തന്നത്. അത് 80s ഉള്ള കൊച്ചി എയർപോർട്ട്, അല്ലെങ്കിൽ പണ്ടത്തെ ബോംബെ എയർപോർട്ട്, 80s ബോംബെ എയർപോർട്ട്. അങ്ങനെ അവിടുന്ന് അപ്പോൾ അവിടെ എയർപോർട്ടിൽ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടൂർ പാക്കേജ് ചെയ്തു തരണവരുടെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവിടെ വന്ന് നിൽക്കേണ്ടതെന്നുള്ള സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി നിന്നു. അപ്പോൾ എയർപോർട്ടിൽ നമുക്ക് ബാത്റൂമിൽ വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു മുന്നേ തന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല ബാത്റൂമിലെന്ന്. എത്രത്തോളം വെള്ളം ഉണ്ടാവില്ല എന്നറിയില്ല. കാരണം ഞങ്ങളുടെ കൂടെ ഒരാളുള്ളത് കുറച്ച് 10 കൊല്ലം മുന്നേ തായ്ലൻഡ് സന്ദർശിച്ച ആളാണ്. അക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടായി ചില ബാത്റൂമുകളിൽ. അപ്പോൾ അതവൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ എന്താ പറയുക, ബിഡറ്റില്ലേ കയ്യിൽ കരുതാവുന്ന, അത് ചിലരൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. വെറ്റ് ടിഷ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോണ വഴിക്കാണ് ഫസ്റ്റ് ഡേയിലെ ഞങ്ങളുടെ ടൂറ്. സന്ധ്യ ആകുമ്പോഴാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതൊക്കെ ഞാൻ ഷോർട്സായിട്ട് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈഗർ കിങ്ഡം, പിന്നെ ഒരു ബുദ്ധ ടെമ്പിൾ, ഒരു ജെംസ്, അത് വളരെ നല്ലതാണ്, നല്ലൊരു സ്ഥലം. ജെംസിൻ്റെ സെയിലും നടത്തുന്നുണ്ട്. ജെംസൊക്കെ എങ്ങനെയാണ് ശേഖരിക്കുന്നത്, അത് നമ്മുടെ ഈ വീഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടാവില്ല ഒരു ഗുഹയിലൂടെ പോകണം, അതുപോലെയാണ്. അവിടെയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ കുറച്ചറിയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം തോന്നി തുടങ്ങി, ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം. ഞങ്ങൾക്ക് ഡിന്നർ പ്ലെയിനിൽ വെച്ച് കിട്ടിയിരുന്നു.
പിന്നെ വെള്ളം ഉണ്ട്, പക്ഷെ ഫുള്ളായി കുടിച്ച് കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോയില്ലെന്ന് വെച്ചിട്ട് സിപ്പ് ചെയ്ത് കൊണ്ടു നടക്കണം. പിന്നെ ബാത്റൂമിൽ പോകേണ്ട ആവശ്യം പിന്നെ വരരുതല്ലോ, അതും കൂടെ നോക്കിയിട്ട്. അങ്ങനെ അവിടുന്ന് ജംസിൻ്റെ സ്ഥലം കഴിഞ്ഞു. അത് ബുദ്ധ ടെമ്പിളിൽ പോയപ്പോഴാണ് അവിടുന്ന് കോക്കനട്ട് കിട്ടി, ടെൻഡർ കോക്കനട്ട്. അത് കഴിച്ച് സൺലൈറ്റും കൊണ്ടപ്പോൾ ഞാൻ ഉഷാറായി. അതുവരെ ഒരു ഡിംനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ പോയി വൈകുന്നേരം സന്ധ്യ ആവുന്ന സമയത്ത്. എന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അവിടെ ഒരു ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, 7-Eleven എന്ന് പറഞ്ഞിട്ട്. അതിലൊന്നിൽ കയറി. അതിൽ സ്നാക്സ് അല്ല, ഇത് അവിടെ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബേക്കറി ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ചൂടാക്കി ഫ്രഷായ പോലെ നമുക്ക് തരും. അപ്പോൾ ചീസ് ബ്രെഡൊക്കെ കഴിച്ചു. അതുകൂടാതെ ഞങ്ങൾ നല്ല ഹോട്ടൽ തപ്പി നടന്നു. അപ്പോൾ തായ്ലാൻഡിലെ ഫുഡ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. പക്ഷെ പേടിയുണ്ട്, തായ്ലാൻഡിലെ ചില ഫുഡ് നമുക്ക് വയറിന് ട്രബിൾ തന്നാലോ എന്ന്. എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി. അപ്പോൾ അവിടെ പലതരത്തിലുള്ള പാസ്ത ഉണ്ടായിരുന്നു. ക്രാബല്ല, അവിടെ പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചീസ് ബ്രെഡുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഒരുവിധം ഫില്ല് ചെയ്ത് ഹോട്ടലിലേക്ക് തിരിച്ചു പോന്നു. ഹോട്ടൽ ആഷ്ലി ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നല്ല മനോഹരമായ ഹോട്ടലാണ്. പക്ഷേ എനിക്കെന്താ പറ്റി, ഞാൻ അവിടുത്തെ മുറി വെടിയെ പിടിച്ചില്ല, കാരണം ടയർഡായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് നല്ല ലഞ്ച്. അതൊരു 7 മണിക്ക് 7:30 വണ്ടി വരും, ഈ ടൂർ പാക്കേജിൻ്റെ ആൾക്കാരുടെ. അപ്പോൾ അതിന് മുന്നേ 7:30, അതിന് മുന്നേ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോൾ 7 മണിക്ക് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഹെവി ആയിട്ട് തന്നെയാണ് എല്ലാവരും കഴിച്ചത്, കാരണം ലഞ്ച് കിട്ടാൻ ചാൻസ് കുറവാണ്. ഫുൾ ടൂറ് ഒരു ദിവസം മുഴുവൻ. അത് 4 ദ്വീപുകളിലാണ്. അടിച്ചു പൊളിച്ചു, അത്ര തന്നെ പറയണ്ടു. വെള്ളത്തിലൊക്കെ ഇറങ്ങി എല്ലാവരും. 4 ദ്വീപുകളും അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ക്രാബിലേക്ക് പോന്നു. ക്രാബിലേക്കുള്ള യാത്ര, അത് അപ്പോഴാണ് മനസ്സിലായത് വളരെ പീസ്ഫുള്ളായി കഴിയുന്നവരാണ് ഈ പരിസരത്തുള്ള തായ്ലാൻഡ്. വേറെ തായ്ലാൻഡിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫുക്കറ്റിൽ നിന്ന് ക്രാബിലേക്ക് പോണ വഴിക്കുള്ളവർ വളരെ പീസ്ഫുള്ളായിട്ട് കഴിയുന്നവരാണ്. ലൈൻ ബസ്സൊന്നുമില്ല, റോഡും കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ഫാമേഴ്സോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. സ്കൂളൊന്നും കാര്യമായിട്ട് കണ്ടില്ല കേട്ടോ. ഹോസ്പിറ്റൽസ് ഒട്ടും തന്നെ കണ്ടില്ല പോണ വഴിയിലൊന്നും. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ ചെറുതായിട്ട് മെഡിക്കൽ ഷോപ്പുകൾ 1-2 കണ്ടിരുന്നു പിന്നീട്, അതായത് നൈറ്റ് മാർക്കറ്റിലോ അങ്ങനെ എന്തൊക്കെ സ്ഥലങ്ങളിൽ. അങ്ങനെ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. അവിടുന്ന് പിറ്റേന്ന് ക്രാബി കാണാൻ പോയി. അതും 4 ഐലൻഡാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകണുള്ളൂ. അതും അടിപൊളി സ്ഥലങ്ങൾ. ഓരോ ബീച്ചും വ്യത്യസ്തമാണ്. വൺസ് ഇൻ എ വൈൽ നമുക്ക് കാഴ്ച മങ്ങുന്നതിന് മുന്നേ, ആരോഗ്യം നശിക്കുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണണം. അത്ര മനോഹരം. കാലാവസ്ഥ ഏകദേശം കേരളം പോലെ തന്നെയാണ്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് വലിയ റെയിനൊക്കെ വന്നാൽ പെട്ടുപോകുന്നതാണ്, കാരണം ഈ ഒരു ജൂലൈ എന്ന് പറഞ്ഞാൽ റെയിനി സീസണല്ലേ. പക്ഷെ ഞങ്ങളുടെ ഭാഗത്താണെന്ന് തോന്നുന്നു കാര്യമായിട്ട് റെയിനൊന്നും ഉണ്ടായില്ല. റെയിൻകോട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൻകോട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, കുടയും പുറത്തേക്ക് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ അവിടെ പോയി രാത്രി അവിടെ ഡിന്നറിന് ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ പോയി. അവിടുത്തെ ഒരു ഡെലിക്കസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുക്കറ്റിൽ ക്രാബിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, മാംഗോ സ്റ്റിക്കി റൈസ്. അത് കഴിച്ചു. അതൊക്കെ നല്ലതാണ്. ക്രാബിയിൽ വെച്ചിട്ടാണ് അത് കഴിച്ചത്. അപ്പോൾ ആ മാംഗോ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ആ മാംഗോൻ്റെ സീഡ് വീട്ടിലേക്ക് എത്തിക്കണം എന്ന്. എന്തായാലും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്.
ഞാനൊരു മാംഗോ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ആ മാംഗോ ഞാൻ കഴിച്ച് അതിൻ്റെ സീഡ് ഇപ്പോൾ മുളച്ച് വരുന്നുണ്ട്. 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ സീഡ് കംപ്ലീറ്റ് ആയിട്ട് 2 ഇല വിരിയുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 3-ാം ദിവസം ക്രാബിൽ ഈ പറഞ്ഞില്ലേ 4 ഇത് 5-ാം ദിവസം 5 ദിവസത്തായിരുന്നു പാക്കേജ്. അപ്പോൾ 5-ാം ദിവസം ഞങ്ങൾ റിട്ടേൺ ഡൽഹി വഴി തിരിച്ചു പോന്നു. അപ്പോൾ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ സിം വേണം. അത് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം വാങ്ങിയിരുന്നു. അത് ഇവിടെ തായ്ലൻഡിലെത്തിയപ്പോൾ ആക്ടിവേറ്റഡായി. അപ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ല. വളരെ സ്മൂത്തായിട്ട് നീങ്ങും കാര്യങ്ങളെല്ലാം. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പിന്നെന്താ പോകുമ്പോൾ നമ്മൾ വിസ ഓൺ അറൈവൽ പോലെ ഒരു കാർഡ് ഫില്ല് ചെയ്ത് നമ്മുടെ ഫോണിലുണ്ടായിരിക്കണം. അത് അതിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് ടൂർ ഗ്രൂപ്പ് അയച്ചു തന്നിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ. പിന്നെ ബാങ്കോക്കിൽ പോയില്ല. ക്രാബിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആരോഗ്യ സുവിധയുടെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ഡൽഹിയിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കടത്തി വിട്ടു. ആകെ പ്രശ്നം തോന്നിയത് ഡൽഹിയിൽ ഇംഗ്ലീഷിലാരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, ഒക്കെ ഹിന്ദി, കടുപ്പിടിച്ച ഹിന്ദിയാണ്. അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ അറിയാണ്ടായിരിക്കും, നോർത്ത് ഇന്ത്യക്കാരിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കിട്ടിയതായിരിക്കും, ഇംഗ്ലീഷുകാരായിട്ട് അറിയണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവർ കംപ്ലീറ്റ് ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്. ബാംഗ്ലൂർ അതല്ല കേട്ടോ, ബാംഗ്ലൂർ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അങ്ങനെ വന്നു. 2 ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുത്തു, പിന്നെ ആക്റ്റീവായി. ഇതാണ് തായ്ലൻഡിലെ ഹോൾഡ്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ നമുക്ക് 10,000 ബാത്ത്, തായ്ലൻഡ് ബാത്ത് നമ്മൾ കയ്യിൽ കരുതണം. അത് എയർപോർട്ടിൽ ചോദിച്ചൊന്നുമില്ല, പക്ഷേ നമ്മൾ കയ്യിലുണ്ടാവണം. എയർപോർട്ടിൽ ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചിലവിനുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ലുലു എക്സ്ചേഞ്ചിൽ നിന്നാണ് ഞാൻ മാറിയെടുത്തത്. മാറുന്ന സമയത്ത് 3:10 മറ്റോ ആണ്. 3:10 എനിക്ക്, അത് 3:15 ആണ് എനിക്ക് റേറ്റ്. തിരിച്ച് വന്നിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തതിൻ്റെ ബാക്കി കൊടുക്കുമ്പോൾ 2.80 വെച്ചിട്ടാണ് എനിക്ക് അവർ റേറ്റ് കൊടുത്തത്. അപ്പോൾ അതിൽ കുറച്ച് നഷ്ടമുണ്ടായി, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു സ്ഥലം കാണാൻ പറ്റി, ഒരിക്കലും പ്രതീക്ഷിക്കാതെ. പിന്നെ എയർപോർട്ടിലാണെങ്കിൽ നമ്മൾ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 5% കൂടുതലെടുക്കുന്നു കേട്ടു. എയർപോർട്ടിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ലുലു എക്സ്ചേഞ്ച് അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെയാണ് ലോക്കൽ നമുക്ക് മാറിത്തരാമെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നല്ല റേറ്റിൽ ലുലു എക്സ്ചേഞ്ച് പോലത്തുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വന്നു.